മഞ്ഞു പെയ്യുന്നു രാവിൻ വീഥിയിൽ ദൂരെ മിന്നുന്നു ദിവ്യതാരകം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണീശോയെ സ്വീകരിക്കുവാൻ 18-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മനുഷ്യന് സ്വന്തമായി നേടിയെടുക്കുവാൻ സാധിക്കില്ല എന്ന് ഉറപ്പിച്ചപ്പോൾ രക്ഷയെന്ന സമ്മാനവുമായി അവതരിച്ചവനാണ് ദൈവം. ഞാനും നീയും എന്നും എൻ്റെ കൂടെ പരദീസയിൽ വേണമെന്ന തമ്പുരാന്റെ വലിയ ആഗ്രഹമാണ് അവനെ ആ വലിയ സാഹസത്തിന് പ്രേരിപ്പിച്ചത്. എത്രയൊക്കെ ഓടിയാലും അലഞ്ഞാലും വിയർത്താലും പ്രാർത്ഥിച്ചാലും രക്ഷ എന്നത് ദൈവിക ദാനമാണ്. അത് നൽകാനായി അവൻ അണയുകയാണ്. പാപത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് സ്വയം മോചിതരാകാനും ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് സ്വയം നടന്നെടുക്കുവാനും കഴിവില്ലാത്ത മനുഷ്യന് രക്ഷ എന്ന സമ്മാനവുമായി ദൈവം അണയുന്നു. അറിയുക, രക്ഷ എന്നത് നിനക്ക് സമ്മാനമായി നൽകപ്പെടുന്നതാണ്. നാം കൊടുത്തതും വാങ്ങിയതുമായ സമ്മാനങ്ങൾ എത്രയാണ്? നിരവധി കാണും. തിരിച്ചറിയാൻ കഴിവില്ലാത്തവന് നമ്മൾ സമ്മാനം നൽകിയിട്ടുണ്ടോ? പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവന് നമ്മൾ സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ടോ? ആശകൾ ഉപേക്ഷിച്ചവന് നമ്മൾ സമ്മാനം നൽകിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും ഇതുവരെ നടത്തിയതെല്ലാം കൊടുക്കൽ വാങ്ങലുകൾ മാത്രം. സമ്മാനം നൽകുന്നത് തിരികെ തരാൻ കഴിവില്ലാത്ത, പ്രതീക്ഷിക്കാത്ത, അർഹിക്കാത്ത, സ്വപ്നം കാണാത്തവർക്കായിരിക്കണം. ആർക്കും കൊടുക്കുമെന്നോർത്ത് ചിന്തിച്ചു കാട് കയറേണ്ട. ഒന്ന് തലയുയർത്തി നോക്കിയാൽ മതി. ചുറ്റിലുമുണ്ട് ധാരാളം പേർ. എന്ത് കൊടുക്കുമെന്നോർത്തും വ്യാകുലപ്പെടേണ്ട. നീ നൽകുന്ന സ്നേഹത്തോടെയുള്ള ഒരു കപ്പ് ചായ പോലും നിന്റെ ഓർമ്മകളെ എന്നേക്കും ഹൃദയത്തിൽ ഉണർത്തുന്ന കെടാവിളക്കാകും. അനുഗ്രഹങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായി പരിശ്രമിക്കാം. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കും.